സ്തോത്രം. ദൈവം പിന്നെ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. അതുകൊണ്ട് എന്താ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ദൈവം ചെയ്തു വരുന്ന നന്മകൾ എന്നേക്കും നിലനിൽക്കുന്ന നന്മകളാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഞാൻ ഉൾപ്പെടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ വാഴ്ത്തണം. ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് എപ്പോഴും നന്ദി പറയണം. സ്തോത്രം. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. എത്രയോ പ്രാവശ്യം നമ്മൾ ഈ ലോകത്തു നിന്ന് കടന്നു പോകത്തക്ക രീതിയിലുള്ള പ്രയാസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ വരും. പക്ഷേ അവരിൽ നിന്ന് വിടുവിക്കാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്. അപ്പം ദയയുള്ള ആളാണ്, കരുണയുള്ള ആളാണ്, കൃപയുള്ള ആളാണ്. ആര്? നമ്മുടെ സർവശക്തനായ ദൈവം. നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരുത്തക്ക വണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പം നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതി ന്യായം നടത്തുന്നു. അപ്പം നീതിയും ന്യായവും നടത്തുന്ന ആളാണ് ആര്? നമ്മുടെ ദൈവം. അപ്പോൾ ദൈവം എങ്ങനെയുള്ള ആളാണ്? നീതിയുള്ള ആളാണ്, അല്ലേ? ന്യായമുള്ള ആളാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പം ശരിക്കും അതിനകത്ത് നീതിയും ന്യായവും ഒക്കെ കാണുമല്ലോ. കാരണം നീതിയുള്ള ആളാണ്, ന്യായമുള്ള ആളാണ് ആര്? കൃപയുള്ള ആളാണ്, കരുണയുള്ള ആളാണ് ആര്? നമ്മുടെ ദൈവം. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതി ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാണ്. കണ്ടോ, പ്രാവശ്യം നമുക്ക് പറയാൻ സാധിക്കും ഈ സങ്കീർത്തനത്തിനകത്ത് യഹോവ കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയയുള്ളവനാണ്. അതുപോലെ തന്നെ അവൻ എല്ലായ്പ്പോഴും ഫലസിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോടൊന്നും ചെയ്തില്ല. നമ്മൾ പാപത്തിൽ നിന്ന് വിടുതൽ നൽകി തരുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതിനുമല്ല ആര്? നമ്മുടെ കർത്താവ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു. ഇപ്പം ആകാശം എവിടെ? നമ്മൾ എന്നും രാവിലെ നോക്കുമ്പോൾ ആകാശം പൊള്ളു. എന്നാൽ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവയ്ക്ക് വേണ്ടി പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും യഹോവയുടെ വചനം വായിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരെന്ന് അവരെ വിളിക്കാൻ സാധിക്കും. അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഇതാണ് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ. ഇപ്പം രാവിലെ വൈകുന്നേരം അത് നമ്മൾ എന്നും ഡെയിലി കാണുന്ന കാര്യമാണ്. അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ അപ്പന്മാർക്ക് മക്കളോട് എന്ത് കരുണയുണ്ട്? അപ്പന്മാർക്ക് മക്കളോട് കരുണയുണ്ട്, അമ്മമാർക്ക് മക്കളോട് സ്നേഹം. ഇതാണ് യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ആദ്യം എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവസാനത്തിലേക്ക് വരുമെന്നുണ്ട്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ്, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ്, നമ്മൾ എന്ന് ഈ ലോകത്തിൽ ഇങ്ങനെ ദീർഘായുസോടെ ഒന്നും ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജനിക്കുമ്പം തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് നമ്മൾ എത്ര നാൾ ഈ ഭൂമി ജീവിക്കും എന്നുള്ളത്. അപ്പം കിട്ടുന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെയാണ് പോകുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ വന്നു. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കുമ്പം ഭയങ്കരമായിട്ട് കാറ്റടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത തോന്നും, ഇല്ലാതെ അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും. അപ്പം യഹോവയുടെ ദയ കണ്ടോ, കൃപ, ദയ, കരുണ, ദീർഘക്ഷമ, മഹാദയ. ദയയും മഹാദയയും ഉള്ളവനാണ് ദൈവം. കണ്ടോ, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും. കണ്ടോ, അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി. എന്താണ്? യേശുവിൻ്റെ നീതി മക്കളുടെ മക്കൾക്കുണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും
അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും 10 കൽപ്പനയുണ്ട്. അത് നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ 10 കൽപ്പന. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. വാഴുന്ന എവിടെയാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിലിരുന്നുകൊണ്ട് ഭൂമിയിലിരിക്കുന്ന നമ്മളെ അറിയുവാനായിട്ട് ആർക്ക് സാധിക്കും? നമ്മുടെ യഹോവയ്ക്ക് സാധിക്കും. അപ്പം യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഉണ്ടോ? അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ആയുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. കണ്ട, അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായ അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അപ്പം ആദ്യം ഇതിൻ്റെ തുടക്കം എന്തായിരുന്നു? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ എല്ലാവരും ദൈവത്തെ വാഴ്ത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ ഏത് സങ്കീർത്തനത്തിനകത്തും അവസാനം നമുക്കൊരു കാര്യം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെന്നറിയാം? അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള എല്ലാത്തിൻ്റെ ആധിപത്യം ആരിലുണ്ട്? ദൈവത്തിലുണ്ട്. ഈ ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ ഇങ്ങനെ ഉരുണ്ട സകാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഭൂമി. അപ്പം നമ്മൾ എവിടെ പാർത്താലും ദൈവത്തിൻ്റെ ഒരു കണ്ണ് നമ്മുടെ മേലുണ്ട്. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുക. കണ്ടോ? ഇപ്പം എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവസാനം 103 സങ്കീർത്തനം 22 വാക്യങ്ങൾ. 22ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അപ്പം എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആരാണ്? കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയവയുള്ളവനാണ്. അതുപോലെ അവൻ നമുക്ക് നന്മ ചെയ്യുന്നവനാണ്. അതുപോലെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നവനാണ്, രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ദിനംതോറും എന്ത് ചെയ്യണം എന്ന് ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ച് നിർത്തി, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് നിർത്തി പോരാ. എന്നും ബൈബിൾ വായിക്കണം, എന്നും പ്രാർത്ഥിക്കണം, എന്നും ആരാധിക്കണം. അങ്ങനെ അത് നമുക്ക് മറ്റുള്ളവരുടെ ഒരു വിഷയം കിട്ടിയാൽ അത് നമ്മുടെ വിഷയമായി ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുള്ളൊരു മനസ്സ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിത്തരും. ഇപ്പം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനുള്ള മനസ്സ് നൽകിത്തരുന്നത് ആരാണ്? ദൈവമാണ്. ഈ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് എല്ലാവരും ഒന്ന് ജീവിച്ച് നോക്കിക്കേ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും, ജയത്തോടെ നടത്തും. സ്തോത്രം.